എന്റെ പൊന്നടാ ഒന്ന് കൂട്ടി ഇറങ്ങിങ്ങോട്ട്. സിനിമ കാണുകയാണെങ്കിൽ തുടക്കം മുതലേ കാണണം. പിടിക്കണ്ടേ? എന്താ എന്നത്തേക്കാ ഒരു മുഴുവൻ കാശും തരാന്ന് പറഞ്ഞിരിക്കണേ? അവര് അടുത്ത ആഴ്ച തരും. അപ്പൊ കിട്ടുമ്പോ തന്നെ നമ്മൾ ബാങ്കിൽ അടയ്ക്കല്ലേ? എന്താ സംശയം? എത്ര പൈസ ബാങ്കിലുണ്ടോ അത്രയും പൈസ നേരെ കൊണ്ടുപോയിട്ട് ബാങ്കിന് അടയ്ക്കും. ആ മാനേജറുടെ മുഖത്ത് എടുത്തൊരൊറ്റ തറ അറിയില്ല. കഴിഞ്ഞ ആഴ്ചയായി ഞാൻ ചെന്നപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? എത്രയും പെട്ടെന്ന് പലിശ അടക്കി, ഇല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു. എന്ത് ആക്ഷൻ മുതൽ എനിക്ക് എതെടുക്കുക? പലിശ അടക്കണ്ടേ? പലിശ അടക്കണ്ട. പലിശ എന്നല്ല മൊത്തം കൊടുക്കും ഞാൻ. നാട്ടുകാരെ വിചാരം ഒന്നും വിറ്റ് പോവില്ലെന്നായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? പോയില്ലേ? ഇത്രയുള്ള കാര്യം. ഞാൻ സദാസമയം ദൈവത്തിന്റെ കൈയെടുക്കുന്നുണ്ട് ഇതൊക്കെ സാധിക്കുന്നത്. പിന്നെ ഈ കറുത്ത ചരടും ആ ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കലിവ്. അച്ഛൻ തന്നെ ശരിയാ. ഈ ചരട് മാറ്റിയിട്ട് ഒരു 3-3.5 പവൻ സ്വർണത്തിന്റെ ചെയിനിട്ട് നമ്മുടെ കഴുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എനിക്ക് സ്വർണവും വേണ്ട വെള്ളിയും വേണ്ട. ഈ ബാങ്കിന്റെ ഇടപാടൊന്ന് തീർത്ത് കിട്ടിയാൽ മതി. അത് തീർന്നല്ലോ. എന്റെ താലിമാലയും കൂടി എടുത്തരില്ലേ? പിന്നെന്താ എടുക്കില്ലേ? എടി താലിയും മാല, പിന്നെ നിന്റെ വള പണയത്തിലില്ലേ? പണയത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ നമ്മളിങ്ങനെ എടുക്കും. എന്താണ് ഇന്ന് ഭയങ്കര സ്നേഹം? സിനിമയ്ക്ക് കൊണ്ടുപോക്ക്, സാധനം മേടിച്ചിട്ടില് എന്തോ കുരുത്തക്കേട് എന്നെ കൊണ്ടുപോയിക്കാനുള്ളൂ. ഏടി ചേച്ചി, നമുക്കൊരു സന്തോഷം തോന്നുമ്പോഴല്ലേ പുറത്തു പോകാനും സാധനം മേടിക്കാനൊക്കെ തോന്നണ. ഓ, അപ്പൊ ഇപ്പം ഇതുവരെ സന്തോഷം ഉണ്ടായിരുന്നില്ല? ഇല്ല, ചെറിയ സന്തോഷം ഉണ്ട്. ഒരു കാര്യം നടന്നിട്ടുണ്ട്. എന്ത് കാര്യം? എടി, ഞങ്ങള് വാങ്ങിച്ചിട്ട സ്ഥലമില്ലേ? നിങ്ങൾ 3 പേരും കൂടെ മേടിച്ചിട്ട് അതിനെന്ത് കച്ചവടമായിട്ട്. ശരിക്കും? സത്യം, നീയാണെ സത്യം. സത്യമായിട്ടും അത് ഇന്നലെ അഡ്വാൻസ് കിട്ടി. ആണോ? എന്നിട്ട് ഇത്ര നേരം എന്നോട് പറയാതിരുന്നേ? അത് നിന്നോട് അതിന്റെ സൗകര്യം അനുസരിച്ച് പറയാന്ന് കരുതി. അപ്പോഴേ നമുക്കൊരു കുറച്ച് ഫണ്ട് വരും. അപ്പൊ നീ 2-3 ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നങ്ങടെ നടത്തി തരാന്ന് ഞാൻ കരുതി. ഒരുമാതിരി പറഞ്ഞിട്ട് ഇല്ല ചേച്ചി, ഞാൻ ആത്മാർത്ഥമായിട്ടാ പറയണ, ചെയ്തു തരാം. അപ്പൊ ഏതാ ചെയ്യാൻ പോണേ? നീ ഏതെങ്കിലും ഒരു വിരലിൽ തൊട്ടേ. വിരലൊക്കെ തൊടാം, പക്ഷെ കാശ് കിട്ടുമ്പോ ഇച്ചേന്റെ സ്വഭാവം കാണിക്കും. ഇതാണ് നിന്റെ അടുത്ത് ഞാൻ ചങ്ക് പറിച്ച് കാണിച്ചാലും നീ വിശ്വസിക്കൂല. സത്യമായിട്ടോ ചേച്ചി? ഇത് അപ്പൊ ബ്യൂട്ടി പാർലർ മോഡിഫൈ ചെയ്യലാണ്. സത്യമായിട്ടോ? സാർ, അവര് 3 പേര് വന്നിട്ടുണ്ട്. വരാൻ പറയും. ജീവ പെട്ടി ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. 3 പേർ കൂടി. ആ 3 പേർ കൂടെ അല്ലേ? പക്ഷെ ഞാനിപ്പം തരുന്നില്ല. നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് ഞാൻ വില്ലേജ് ഓഫീസറെ കാണിച്ചു. അദ്ദേഹം പറയുന്നത് അത് നിലവാ, പുരയിടമല്ല. അല്ല സാറേ, ഞങ്ങൾ അത് പുരയിടമാണ്. പുരയിടം എന്ന് പറയുന്ന ആധാരത്തില് അതെ BTR പ്രകാരം അത് ഇപ്പോഴും നിലത്തിലാണ്. നിലവാണ് ആ പുരയിടമല്ല. സാർ, അത് ആരോ നുണ പറഞ്ഞു. ഞങ്ങള് പുരയിടമായിട്ടല്ലേ വാങ്ങിയത്. വില്ലേജ് ഓഫീസർ നുണ പറയൂ. വില്ലേജ് ഓഫീസർ നുണ പറയൂ. നാളെ ഞാൻ അവിടെ മണ്ണിറക്കി കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോവില്ലേ? ഇല്ല, നികത്താനൊന്നുമില്ല. വലിയ മരങ്ങളൊക്കെ നിൽക്കുകയല്ലേ അവിടെ. വില്ലേജ് ഓഫീസ് എന്നുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള വിലയല്ലേ നമ്മൾ അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്കത് എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നിങ്ങൾക്ക് എന്നിട്ട് എനിക്കെന്ത് പ്രയോജനം? അത് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. നോക്കിയല്ലേ അത്. എൻ്റെ അടുക്കൽ ഈ ഉടായ്പ ചെയ്യരുത്. നിങ്ങളെ ഞാൻ വിശ്വസിച്ച ഒരാളാണ്. ജോസൂട്ടിയെ പ്രത്യേകിച്ചു. നിങ്ങൾ ഈ വേല എൻ്റെ അടുക്ക കാണിക്കണം. ഇത് വേല കാണിച്ചോന്നല്ലോ. ആണല്ലോ, അങ്ങനെ സംസാരിക്കരുത്. ആണല്ലോ, ഇത് വേല തന്നെയാണല്ലോ. എന്ത് സാറിന് ഞങ്ങള് പറ്റിച്ചിട്ടൊന്നുമില്ല. പൈസ വാങ്ങിയില്ല. അഡ്വാൻസ് തന്നു. അഡ്വാൻസ് അധികം കുറച്ചൊരു വാക്കിനെ പറ്റി അതല്ലേ വലുത്. അധികം എപ്പുറത്ത് എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്ക് വേണ്ട. പിന്നെ പിന്നെ ആ 10,000 രൂപ നിങ്ങൾ തിരിച്ചു തരുവാണെങ്കിൽ നിങ്ങളെ മാന്യത, ഇല്ലെങ്കിൽ എനിക്കത് വേണ്ട. ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന അനുഭവം വന്നാൽ പറയും. ഇറങ്ങിയിരിക്കുക മനുഷ്യനെ പറ്റിക്കാന്.
ഇനിയിപ്പോ 3 പേരും കൂടെ താടിക്ക് കയ്യും കൊടുത്തിരുന്നിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അപ്പൊ അയാൾ തന്ന 10,000 രൂപ അഡ്വാൻസ് അതെങ്ങനെ തിരിച്ചു കൊടുക്കും? ഏട്ടാ എൻ്റെ കയ്യിൽ ഈ മാല മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ചോദിച്ചുകൊണ്ട് നിങ്ങൾ വന്നേക്കരുത്. എന്റെ പൊന്നു മോനെ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇടയാക്കാതെ ഒരിത്തിരി വിഷമാച്ചു തന്നു നീ എന്നെ അങ്ങ് കൊല്ല്. എന്റെ അമ്മ, നിങ്ങൾ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കും. ഈ ഒരുതിയിൽ എണ്ണ ഒഴിക്കാതെ. എടാ, നിനക്ക് അറിയാവുന്ന ഒരു പണി ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ചെയ്യാതല്ലേ നീ ഏടാ കൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചത്? അപ്പൊ ആ പണി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഇതിന് മെനക്കെട്ടത്. മെനക്കെട്ടത് ഇല്ലാത്ത കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വീടും പര്യടവും പണയം വെച്ച് ഇപ്പൊ അത് നശിപ്പിച്ച്. ഇനിയിപ്പം എന്റെ മക്കള് വിഷമിക്കൊന്നും വേണ്ട. ഇയാളല്ലെങ്കിൽ വേറൊരാള്, അത്ര തന്നെ. പിന്നെ 3 പേരുടെയും കൂടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. വല്ലവന്റെയും കയ്യിരിക്കുന്ന കാശ് കണ്ടുകൊണ്ട് അതിമോഹങ്ങളൊന്നും ഉണ്ടാക്കരുത്. അവനവൻ അറിയാവുന്ന പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ഈ അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ.